KPCC വിലക്ക് ലംഘിച്ച് പ്രതിഷേധ പ്രകടനങ്ങൾ ആസൂത്രണം ചെയ്തത് വി ഡി സതീശൻ. പ്രതിഷേധം നടത്തിയ സതീശൻ അനുകൂലികൾ കന്റോൺമെന്റ് ഹൗസിലെത്തി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന്റെ ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് ലഭിച്ചിരിക്കുന്നു. ആ ദൃശ്യങ്ങളിലേക്ക് ഷാജഹാൻ ചേരുകയാണ്. ഷാജഹാൻ, ഒരു വലിയ ജനവികാരത്തിൻ്റെ ഒരു പ്രതിഫലനം എന്ന മട്ടിൽ വി ഡി സതീശൻ എന്നെ അനുകൂലിക്കുന്നവരുടെ പ്രകടനത്തെ വ്യാഖ്യാനിക്കാനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാകുന്നത് വളരെ കൃത്യമായി വി ഡി സതീശൻ്റെ അറിവോടുകൂടി തന്നെയാണ് ഈ പ്രകടനങ്ങൾ തിരുവനന്തപുരത്ത് നടന്നത്, ഒപ്പം തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും നടക്കുന്നത് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഷാജഹാൻ, തീർച്ചയായിട്ടും ഷമി, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന വി ഡി സതീശൻ അനുകൂലികളുടേതെന്ന് പറഞ്ഞ് നടന്ന സമരങ്ങളൊക്കെ തന്നെ അത് വി ഡി സതീശൻ്റെ അറിവോടുകൂടി തന്നെയാണ്. വി ഡി സതീശൻ തനിക്ക് വേണ്ടി പ്രകടനം നടത്തിയതിന് ശേഷം മടങ്ങിയെത്തിയവരെ ആശ്ലേഷിച്ചുകൊണ്ട് അവരുമായിട്ട് സൗഹൃദം പങ്കുവയ്ക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രകടനമാണ്. വി ഡി സതീശൻ അനുകൂലികളാണ് ഇവർ. വിദേശ മലയാളികൾ എന്ന പേരിലും അതോടൊപ്പം തന്നെ വി ഡി സതീശൻ അനുകൂലികൾ എന്ന പേരിലുമൊക്കെയാണ് ഇവർ സമരം നടത്തിയത്. ഈ സമരം തിരുവനന്തപുരം നഗരം കഴിഞ്ഞ ദിവസം കണ്ടാണ്. വി ഡി സതീശൻ തിരുവനന്തപുരത്തു നിന്നും ഡൽഹിക്ക് പോകുന്നതിന് മുൻപാണ് കൺട്രോൾമെൻറ്റ് ഹൗസിലെത്തി ഇവരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയത്. അതിനുശേഷം ഈ സമരം നടന്നു. ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൊക്കെ നടന്ന സമരങ്ങളൊക്കെ തന്നെ വി ഡി സതീശൻ്റെ അറിവോടുകൂടിയാണ്. പോസ്റ്ററുകൾ കീറുന്നതും ഫ്ലെക്സുകൾ വയ്ക്കുന്നതും ഒക്കെ തന്നെ വി ഡി സതീശൻ്റെ അറിവോടുകൂടിയാണ് എന്ന് വ്യക്തമാവുകയാണ്. കാര്യം ഇതിൻ്റെയൊക്കെ തന്നെ സൂത്രധാരൻ വി ഡി സതീശനാണ് എന്ന് വ്യക്തമാകുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാര്യം ഇനി തനിക്കറിയില്ല, അല്ലെങ്കിൽ KPCCയുടെ അനുവാദമില്ലാതെ നടക്കുന്ന സമരങ്ങൾക്കൊന്നും തനിക്ക് പങ്കില്ല, തന്നെ അനുകൂലിക്കുന്നവരാണ് എന്ന് വി ഡി സതീശൻ പറയുമ്പോഴും അതിനുശേഷം കൺട്രോൾമെൻറ്റ് ഹൗസിൽ അവർ വി ഡി സതീശനെ കാണുകയും സമരത്തിൻ്റെ കാര്യങ്ങൾ പങ്കുവയ്ക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെ സന്തോഷത്തോടുകൂടി സ്വീകരിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടത്. ഇങ്ങനെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന സമരങ്ങളൊക്കെ തന്നെ വി ഡി സതീശൻ്റെ അറിവോടും അല്ലെങ്കിൽ അദ്ദേഹം ആസൂത്രണം ചെയ്തതാണ് എന്ന് തെളിയിക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഈ തെളിവുകൾ. ഷമി, ഷാജഹാൻ, ഇവരൊക്കെ ഏതെങ്കിലും സംഘടനകളിൽ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരാണോ? അതായത് ജൈവികമായ ഒരു പ്രതികരണം എന്നതിന് അപ്പുറം ഇത് വളരെ കൃത്യമായി സതീശന് വേണ്ടി ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്നതാണ്. അത് മാത്രമല്ല ഷാജഹാൻ, ഇപ്പോൾ നമുക്ക് അറിയാം, സെക്കൻഡുകൾ കൊണ്ടാണ് ഓരോ സ്ഥലങ്ങളിലും ഫ്ലെക്സുകളൊക്കെ വന്ന് മറിയുന്നത്. എവിടെയൊക്കെയോ കേന്ദ്രങ്ങളിൽ വളരെ കൃത്യമായി തന്നെ ഈ ഫ്ലെക്സുകളൊക്കെ അടിക്കാനും അത് എത്തിക്കാനും ഒക്കെ രണ്ട് ഭാഗത്തും വളരെ മികച്ച മാനേജ്മെൻറ്റ് ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയാണ്. ഇപ്പോൾ ഇദ്ദേഹത്തെ പോലുള്ള ആൾക്കാർ ഈ ഒരു പ്രകടനത്തിന് നേതൃത്വം നൽകുന്നു, അല്ലെങ്കിൽ വി ഡി സതീശനെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയ ശേഷം പ്രകടനം നടത്തുന്നു. എന്തായാലും നല്ല മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം ഇക്കാര്യത്തിൽ പ്രകടിപ്പിക്കുന്നുണ്ട് ഷാജഹാൻ. തീർച്ചയായിട്ടും ഷമിയെ, നമുക്കറിയാം അദ്ദേഹം രാഷ്ട്രീയത്തിൽ വരുന്നതിന് മുൻപ് വി ഡി സതീശൻ ഏത് മേഖലയിലാണ് പ്രവർത്തിച്ചിരുന്നതെന്ന് എല്ലാവർക്കും അറിയാം. അത് ഒരു പക്ഷേ ഇത്തരത്തിലുള്ള മീഡിയകളിലൊക്കെ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമായിരുന്നു. അതിൻ്റെ പ്രതിഫലനങ്ങളൊക്കെ തന്നെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ തിരുവനന്തപുരത്ത് നടന്ന ഈ പ്രകടനം, ഇതിൻ്റെ അകത്ത് കുറച്ച് ലീഗുകാരുണ്ട്, ബാക്കിയുള്ളവരൊന്നും സജീവ രാഷ്ട്രീയ പ്രവർത്തകരല്ല. പക്ഷേ ലീഗുകാരാണെങ്കിൽ പോലും അവരും രാഷ്ട്രീയത്തിൽ സജീവമായിട്ടുള്ളവരല്ല. പക്ഷേ അവർ വി ഡി സതീശന് വേണ്ടിയിട്ട് പ്രകടനം നടത്തി. ഒരു പക്ഷേ അവർ വോട്ട് ചെയ്തത് പോലും വി ഡി സതീശനായിരിക്കും എന്നില്ല, അല്ലെങ്കിൽ കോൺഗ്രസിനായിരിക്കണം എന്നില്ല. പക്ഷേ പ്രകടനം നടന്നപ്പോൾ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ട് അവർ രംഗത്തിറങ്ങുകയായിരുന്നു. അവർ കോൺഗ്രസ് അനുകൂലികൾ എന്നൊക്കെയാണ് പറയുന്നത്, സജീവ പ്രവർത്തകരൊന്നുമല്ല. പക്ഷേ എങ്കിലും ഇവരെയൊക്കെ ഉപയോഗിച്ചുകൊണ്ടാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വി ഡി സതീശന് വേണ്ടി, മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയൊക്കെ തന്നെ ഈ പ്രകടനങ്ങൾ നടന്നത്. ഒരു പക്ഷേ ചില സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇത് കണ്ടുകൊണ്ട്, കാര്യം ഇങ്ങനെ വി ഡി സതീശന് വേണ്ടി പ്രകടനങ്ങൾ നടക്കുന്ന കണ്ടുകൊണ്ട് ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നും ആളുകൾ ഇറങ്ങിയിട്ടുണ്ടാവും. അത് സ്വാഭാവികമാണ്. ഇത്തരം പ്രകടനങ്ങൾ നടക്കുമ്പോൾ വി ഡി സതീശനെ അനുകൂലിക്കുന്ന കുറച്ച് ആളുകൾ എന്തായാലും കേരളത്തിലുണ്ടാവും. അവരും ഇത്തരം പ്രകടനങ്ങൾ നടത്തിയിട്ടുണ്ടാകും. പക്ഷേ ഇതിൻ്റെയൊക്കെ തന്നെ ഒരു സൂത്രധാരൻ, ഇത്തരത്തിലൊരു പരിപാടി ഓപ്പറേറ്റ് ചെയ്തത് വി ഡി സതീശനാണ് എന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്കിതിൽ നിന്നും കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നടന്ന തിരുവനന്തപുരത്ത് നടന്ന പ്രകടനത്തിന് ശേഷം അവർ വി ഡി സതീശനെ എത്തുകയും കാര്യങ്ങൾ പറഞ്ഞ് അദ്ദേഹത്തെ ധരിപ്പിക്കുകയും അതിനുശേഷം അദ്ദേഹവുമായി സൗഹൃദം പങ്കുവയ്ക്കുന്ന ചിത്രങ്ങളാണ്, അല്ലെങ്കിൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷമി, ഷാജഹാൻ, അതായത് ഈ കേരളത്തിലെ ജനങ്ങളാകെ വി ഡി സതീശൻ വരൂ എന്ന് ഉള്ള ഒരു മനോഭാവത്തിൽ നിൽക്കുന്നു എന്ന തരത്തിലുള്ളൊരു വ്യാഖ്യാനം വലിയ തോതിൽ സമൂഹത്തിൽ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലൊന്നും അല്ല. ഇതിൻ്റെയൊക്കെ പിന്നിൽ നല്ല ബുദ്ധിയും നല്ല വൈദഗ്ധ്യവും ഒക്കെ ഉണ്ട്
എന്നുള്ള വളരെ കൃത്യമായ സൂചനയാണ്. ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലുമുള്ള പ്രകടനങ്ങൾ എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുസ്ലിം ലീഗിൻ്റെ ഒരു സാന്നിധ്യം ഒഴിവാക്കാൻ കഴിയില്ല. ഷാജഹാൻ. തീർച്ചയായിട്ടും ഷമി, നമുക്കറിയാം കാര്യം വി ഡി സതീശനെ പോലെയുള്ള നേതാവ് ഇങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്ത് ജനങ്ങളെ തെരുവിലിറക്കുന്നു. നമുക്കറിയാം ഇപ്പോൾ കെ സി വേണുഗോപാലോ അല്ലെങ്കിൽ ഒരു പക്ഷേ രമേശ് ചെന്നിത്തലയോ ഒക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ജനങ്ങളെ അവർക്ക് വേണ്ടിയിട്ട് തെരുവിലിറങ്ങാനും പ്രകടനം നടത്താനും സാധിക്കുമെന്ന് നമുക്കറിയാം. പക്ഷേ അവരൊക്കെ തന്നെ ഉത്തരവാദിത്തത്തിൻ്റെ പേരിലും KPCCയിൽ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനമാനങ്ങൾ വഹിക്കുന്നവരായതുകൊണ്ടും അവരൊന്നും ഇങ്ങനെ പരസ്യമായിട്ട് രംഗത്ത് വരാനോ അല്ലെങ്കിൽ അങ്ങനെ പ്രകടനങ്ങൾ നടക്കുന്നവർക്കോ ഫ്ലക്സ് വയ്ക്കുന്നവർക്ക് പോലും അതിന് അനുമതി നൽകാതെ അതൊക്കെ നീക്കം ചെയ്യണമെന്നുള്ള നിർദ്ദേശമാണ് പല കോണുകളിൽ നിന്നും കൊടുക്കുന്നത്. അത് കോൺഗ്രസുമായിട്ട് ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ ഇവരുമായിട്ട് അടുത്ത ബന്ധമുള്ളവരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ നേരെ മറിച്ച് ഇപ്പോഴേ നമ്മൾ നോക്കുമ്പോൾ വി ഡി സതീശൻ തനിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ആകുന്നതിന് വേണ്ടിയിട്ട് KCയും അതോടൊപ്പം തന്നെ RCയും ഒക്കെ തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ട് സ്വന്തം പേരിൽ ആൾക്കാരുണ്ട്, അല്ലെ തനിക്ക് ഒരുപാട് ജനപിന്തുണയുണ്ട് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി ഇത്തരത്തിലുള്ള ചില കാഴ്ചകൾ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നടന്നത് നമ്മൾ ഇത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. വി ഡി സതീശന് വേണ്ടിയിട്ട് പ്രകടനം നടത്തുകയും അതിനുശേഷം കണ്ടോൺമെൻറ്റ് ഹൗസിൽ വി ഡി സതീശൻ്റെ റൂമിലെത്തി വി ഡി സതീശനുമായിട്ട് സൗഹൃദം പങ്കെടുക്കുന്നു. സാധാരണഗതിയിൽ പ്രകടനം നടത്തുന്നവർക്കൊന്നും ഇത്തരത്തോളം പ്രതിപക്ഷ നേതാവിൻ്റെ ഉള്ളിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല. അപ്പോൾ ഇദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളവരും അല്ലെങ്കിൽ മുൻവിധിയോടുകൂടി കാര്യങ്ങൾ നടത്തിയതിന് ശേഷം അദ്ദേഹത്തെ ചെന്ന് കണ്ടതാണ്. പക്ഷേ ഈ ഒരു ചിത്രം പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇതിൻ്റെ കഥകളൊക്കെ തന്നെ പുറത്തു വരികയും ഇവരുടെ പ്രകടനം നമ്മൾ കഴിഞ്ഞ ദിവസം ഇവർ നടത്തിയ പ്രകടനം നമ്മൾ അറിയുകയും അല്ലെങ്കിൽ അത് നമ്മൾ അതിൻ്റെ ദൃശ്യങ്ങൾ എടുക്കുകയും ചെയ്തത്. ഇപ്പോൾ വളരെ വ്യക്തമാണ് കാര്യം. ഈ കേരളത്തിൽ നടന്ന പ്രതിഷേധങ്ങളൊക്കെ അല്ലെങ്കിൽ സതീശന് വേണ്ടി നടത്തിയ നാടകങ്ങളൊക്കെ എന്തിനു വേണ്ടിയായിരുന്നു, അതിൻ്റെ പിന്നിൽ ആരായിരുന്നു എന്ന് വ്യക്തമാകുന്ന ചിത്രങ്ങളും തെളിവുകളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഷമി. തീർച്ചയായും ഷാജഹാൻ, കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി തന്നെ സമൂഹത്തിന് മുന്നിലേക്ക് വരികയാണ്. വി ഡി സതീശന് വേണ്ടി ആസൂത്രണം ചെയ്ത പ്രകടനങ്ങൾ ഏത് രീതിയിലാണ് രൂപപ്പെട്ടത് എന്നുള്ളത് സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങളാണ് ഷാജഹാൻ നൽകിയത്.